ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളെല്ലാവരും നന്ദനിലൂടെ MLA ആയിട്ടുള്ള ദേവികയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ചേർന്നൊരു കൂട്ടായ്മയിൽ എത്തിയിരിക്കുന്നത്. DYSPക്ക് ആണെങ്കിൽ RK നായരുടെ പ്ലാന്റിൽ ദേവിക ഒപ്പിടിക്കുകയാണെങ്കിൽ നന്ദനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. ഋഷിക്കാവട്ടെ ചന്ദ്രലോത്ത് കുടുംബം നശിച്ചു കാണണം. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. അതൊന്നും അറിയാതെയാണ് നന്ദനാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കളിപ്പാവയെ പോലെ എല്ലാവരെയും വിശ്വസിച്ച് കൂടിയിരിക്കുന്നത്. എന്തായാലും ദേവിക്കാണെങ്കിൽ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇസബല്ലയുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലും എല്ലാ കാര്യങ്ങളും കൊണ്ടും ദേവികയാണെങ്കിൽ നന്ദനെ സംശയിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കെട്ടിറങ്ങുന്ന നന്ദനാവട്ടെ ഇസബല്ലയുടെ കോൾ വരുമ്പോൾ വേഗം തന്നെ അവിടേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ദേവി വന്നിട്ട് പറയുന്നുണ്ട് രജനി ചേച്ചിയും ഗിരീഷ് ചേട്ടനും വരുന്നുണ്ട്, അവരെ കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന്. നന്ദൻ പറയുകയാണ് ആരൊക്കെ വന്നാലും പോയാലും എനിക്ക് കമ്പനിയിലേക്ക് പറയുന്നുണ്ട്. എന്തായാലും ഈ സമയം ദേവിക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അവളാണെങ്കിൽ നന്ദൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുകയാണ്. കെവിൻ്റെ പേരിൽ ഇസബല്ലയുടെ നമ്പറാണ് സേവ് ചെയ്തിരിക്കുന്നത്, കഴിയുന്നില്ല. അവളാണെങ്കിൽ നന്ദനോട് ചോദിക്കുന്നുണ്ട് എപ്പോൾ മുതലാണ് നന്ദ കെവിൻ ഇസബല്ലയായത്? ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവൾ വിളിച്ചിട്ടാണ് ഇപ്പോൾ അതും കുറച്ചു നേരം കൂടി ഉറങ്ങണമെന്ന് പറഞ്ഞ് നന്ദു ഇത്ര പെട്ടെന്ന് റെഡി ആയിട്ട് പോകണമെങ്കിൽ അവളുമായിട്ട് നന്ദൻ എന്തോ ഒരു കൂടെ നോക്ക് ഇസബല്ല, അവളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തരുത്. അറിയാമല്ലോ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും കരകയറി വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നീ വെറുതെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതിനാര് ഇസബല്ല എന്ത് ചെയ്തതെന്ന് നീ പറയുന്നത്? അതെ, എൻ്റെ ജീവിതം എനിക്ക് വലുതാണ്, അതായത് എനിക്ക് വലുത് നന്ദുവാണ്. നന്ദുവിൻ്റെ കാര്യത്തിൽ അവൾ ഓവറായിട്ട് ഇടപെടുന്നതും അത് തകർക്കാനായിട്ട് വരുന്ന ആരെയും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ദേവിക തറപ്പിച്ച് പറയുന്നു. എന്തായാലും ദേവിക്ക് സംശയങ്ങൾ തുടങ്ങി എന്നുള്ള കാര്യം നന്ദന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ആവട്ടെ ഋഷിയെ സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഋഷിക്ക് വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. CP ആണ് അരുന്ധതിയുമായിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പോയിട്ട് അരുന്ധതി പറയുന്നുണ്ട് എൻ്റെ മോൻ എവിടെയോ എൻ്റെ അടുത്ത് തന്നെയുണ്ട് CP, ഞാൻ അവനെ സ്വപ്നം കണ്ടു. അവൻ ഉറപ്പായിട്ടും എൻ്റെ പ്രശ്നവും വേണ്ടി വരില്ല, കാരണം ഞാൻ അവൻ്റെ അമ്മയാണ്. അവന് വേണ്ടി ഞാൻ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ടെന്ന് എൻ്റെ മകന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമൊന്നും അവന് മറിഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല. അവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണീർ ഒരിക്കലും ഈ ദേവി കാണാതെ ഇരിക്കില്ല, കാരണം അത്രയ്ക്കും സങ്കടം എൻ്റെ ഉള്ളിൽ പറയുന്നു. CPക്ക് ആണെങ്കിൽ ആകെ സംശയമാണ്, കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന ഋഷി ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ CP ആണെങ്കിൽ കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഋഷി ഇതുപോലെ ഒരു നാടകത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അരുന്ധതിക്ക് അറിയില്ല. സ്വന്തം അമ്മ വേദനിച്ചാലും വേണ്ടില്ല, അവനവൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുന്നുണ്ട്, അതായത് ഈ അരുന്ധതി മുകളിലേക്ക് കേസ് അന്വേഷണവുമായിട്ട് പോകാത്തിടത്തോളം കാലം വരെ നമ്മൾ സേഫാണ്. പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈവിട്ടു പോയി. ഈ കള്ളക്കളി എത്രയും പെട്ടെന്ന് നിർത്തേണ്ടി വരും, കാരണം പ്രഷർ എനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാനൊക്കെ ചാൻസ് ഉണ്ട് മോളെ. എന്തായാലും ഇനി ഋഷിയുടെ പ്ലാനിങ് ആണ്, അത് അവൻ എന്താണെന്ന് വെച്ച് നോക്കിക്കോളും. ഈ ഒരു നാടകം അവസാനിപ്പിക്കേണ്ടി വന്നാൽ ആ സാഹചര്യം മുതൽ ഞാൻ ഉറപ്പായിട്ടും അവസാനിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ പാപ്പൻ അറിയാമല്ലോ എനിക്ക് നന്ദനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ദേവികയെ വിട്ട് വരികയാണെങ്കിൽ ഞാൻ അവനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്നൊക്കെ ഇസബല്ല പറയുന്നു. എന്തായാലും അവളുടെ പാപ്പനാണെങ്കിൽ എല്ലാത്തിനും അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.